ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശുയാത്രയുടെ മൂന്നാമത്തെ സ്ഥലത്ത് നാം കാണുന്നത് കുരിശുമായി നിലത്ത് വീഴുന്ന ഈശോയാണ്. പീഡാനുഭവ വിവരണങ്ങളിൽ അങ്ങനൊരു പരാമർശമില്ലെങ്കിലും കുരിശ് ചുമക്കുന്ന കുറ്റവാളികൾ നിലംപതിക്കാറുണ്ട്. ഈശോയായിട്ട് വളരെ ക്ഷീണിതനാണ്, ബലഹീനനാണ്, വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. ചാട്ടയും ചമ്മട്ടിയും ഒക്കെ ചാലുകീറിയ ശരീരത്തിൽ നിന്ന് രക്തമൊത്തിരി വാർന്നു പോയിട്ടുണ്ട്. പിലാത്തോസിൻ്റെ കൽത്തളം മുതൽ കാൽവരി വരെയുള്ള ആ യാത്ര ഹ്രസ്വദൂരമാണ്, പക്ഷേ കിഴുക്കാൻ തൂക്കായ കയറ്റമാണ്. ഈശോയുടെ ഒന്നാം വീഴ്ച മനുഷ്യൻ്റെ ആദ്യ വീഴ്ചയ്ക്ക് പരിഹാരമാണ്. ആദിമാതാപിതാക്കൾ പാപം ചെയ്തു, അവർ ദൈവകൽപ്പന ലംഘിച്ചു, ദൈവ മനുഷ്യ ബന്ധത്തെ അവർ തകർത്തു. അതിന് ഈശോ പരിഹാരം ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ മൂലം പാപവും, പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. വാസ്തവത്തിൽ ഈശോയുടെ കുരിശിൻ്റെ ഭാരം മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭാരമാണ്. ഈശോ ഇന്നും കുരിശ് ചുമക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മുടെ പാപങ്ങളാകുന്ന കുരിശ് ഈശോ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഒക്കെ പാപം ചെയ്യുമ്പോൾ ഈശോയുടെ കുരിശായിട്ടത് മാറുകയാണ്. തെറ്റാണെന്ന് പൂർണ്ണബോധ്യമുണ്ടായിട്ടും നമ്മൾ ആ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അത് പാപമായി മാറുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ വീണ്ടും ഈശോയുടെ ചുമലിലേക്ക് ഒരു കുരിശെടുത്ത് വെച്ച് കൊടുക്കുന്നു. വീണ്ടും പാപം ചെയ്യുമ്പോൾ ആ കുരിശിൻ്റെ ഭാരം കൂടും. ഈശോ കുരിശുമായി നിലംപതിക്കുന്നു. നമുക്ക് ആത്മശോധന ചെയ്യാം. ഇനിയും ഞാനായിട്ട് ഈശോയ്ക്ക് കുരിശ് കൊടുക്കണം? ഈശോയുടെ കുരിശിൻ്റെ ഭാരം വർദ്ധിപ്പിക്കണോ? ഈശോയെ വീണ്ടും വീഴ്ത്തണോ? ഈശോ വീണ്ടും കുരിശിനടിയിൽ കിടന്ന് നിലവിളിക്കണോ? ആമേൻ.